വെള്ളത്തിന്റെ ബില്ല് കണ്ട് ഞെട്ടി പാലക്കാട് ഒറ്റപ്പാലം മാന്നന്നൂർ നിവാസികൾ. എത്രയാണെന്നറിയാമോ? 10,000 രൂപ മുതൽ 85,000 രൂപ വരെ ഭീമമായ തുകയാണ് നാട്ടുകാർക്ക് ജൽജീവൻ മിഷൻ കണക്ഷന്റെ ബില്ലായി ലഭിച്ചത്. ഇവരെന്താ അവിടെ വാട്ടർ തീം പാർക്ക് നടത്തുന്നുണ്ട്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. പരിശോധിച്ച ശേഷം വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഈ വാട്ടർ കണക്ഷൻ വന്നത് ഞങ്ങൾക്ക് ഈ മാസം വന്ന ബില്ല് ഒരുപാട് കൂടുതൽ ബില്ലാണ് വന്നിറക്കുന്നത്. ഞങ്ങൾ അത്രയും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം അടുത്ത നാൾ തൊട്ടിട്ടാണ് വെള്ളം കണക്ഷൻ കിട്ടി വെള്ളം വരാൻ തുടങ്ങിയത്. ഇതൊന്നും ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്കിപ്പോൾ വന്നിറക്കുന്നത് 85,000 രൂപയാണ് ബില്ല് വന്നിറക്കുന്നത്. അതിനുള്ള വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ 2 മാസത്തിൻ്റെ ഉള്ളിൽ ശരിയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000 പ്ലസ്. എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഒരു വാർഡിലെ മുഴുവൻ ആളുകൾ ഉപയോഗിച്ചാലും 80,000 രൂപ വരത്തില്ലല്ലോ. ഇതൊരു വീട്ടിലേക്കൊക്കെയാണോ 80,000 രൂപ 10,000 രൂപയ്ക്കൊക്കെ വാട്ടർ ബില്ല് അടിച്ചു കൊടുത്തിരിക്കുന്നത്? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പാലം വാണിയംകുളത്തിനടുത്ത് മനുശ്ശേരിക്ക് സമീപം മാന്നന്നൂരിലെ ആളുകളാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ജനുവരിയിലാണ്, അതായത് ഈ വർഷം ജനുവരിയിലാണ് അവിടെയുള്ള ആളുകൾക്ക് ജൽജീവൻ മിഷൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഈ കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ബില്ല് വരുന്നത് മാർച്ച് മാസത്തിലാണ്. രണ്ട് മാസം കൂടുമ്പോഴാണ് ബില്ലുകൾ വരിക. ആദ്യത്തെ ബില്ല് മാർച്ചിൽ വരുന്നു. അന്ന് ഏകദേശം 74 രൂപ മുതൽ 100 രൂപ അകത്ത് മാത്രമാണ് പല ആളുകൾക്കും ബില്ലടയ്ക്കാൻ വേണ്ടിയുള്ള തുകയായി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ ബില്ല് വന്നപ്പോൾ ആളുകൾ മുഴുവൻ നെട്ടിയിരിക്കുകയാണ്. കാരണം പല ആളുകൾക്കും 10,000 രൂപ മുതൽ 85,000 രൂപ വരെയാണ് ബിൽ തുകയായി വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഭീമമായ തുക കുടിവെള്ളത്തിന് വേണ്ടി വന്നിരിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. ഏതായാലും ഈ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൻ്റെ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന മീറ്ററിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചതാണോ എന്നുള്ളതാണ് ഈ കുടുംബങ്ങളുടെ എല്ലാം ഒരു ആവലാതി എന്ന് പറയുന്നത്. ഏതായാലും കൃത്യമായി തന്നെ പരിശോധിക്കണം. തങ്ങൾക്ക് യാതൊരു രീതിയിലും ഇത്തരത്തിലൊരു ഉയർന്ന തുക അടയ്ക്കാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും വാട്ടർ അതോറിറ്റി പറയുന്നത് പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്നാണ്. മീറ്ററിന് തകരാറ് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉള്ളത്. ബില്ല് കണ്ടാൽ തോന്നും ഇവർ ഓരോ വീട്ടിലും വാട്ടർ തീം പാർക്ക് നടത്തുകയാണ് ഒറ്റപ്പാലത്തുള്ള മനുഷ്യരെന്ന്. വലിയ കഷ്ടമായി പോയി. 0 അപ്പുറത്തിട്ടാൽ വിലയുണ്ട്, ഇപ്പുറത്തിട്ടാൽ 85 രൂപയുടേതിന് 85,000 രൂപയൊക്കെയാണ് വാട്ടർ അതോറിറ്റി അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒറ്റപ്പാലത്ത് നിന്ന് വന്ന വാർത്ത. നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ആശ്വാസം.